ശരീരത്തിൻ്റെ ആഭൂതികൾക്ക് കുറുകെ ആത്മീയതയുടെ സ്പർശം. മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവന് മണ്ണിലേക്ക് മടങ്ങുമെന്നുറപ്പുള്ളവന് ഒരു കുറിമാനം. നീ വെറും മണ്ണാണെന്ന ശാസനം. സൺസ്ക്രീൻ ലോഷൻ പുരട്ടി നീ സംരക്ഷിക്കുന്ന ഈ ചർമ്മത്തിന് കീഴെ നുരയ്ക്കുന്നത് പുഴുക്കളാണെന്ന ഓർമ്മപ്പെടുത്തൽ. വിഭൂതി ഒരു പിൻവിളിയുമാണ്. പിന്നിലേക്ക്, നിന്റെ ആദ്യ സ്നേഹത്തിലേക്കുള്ള ഉൾവിളി. ആദ്യം ചാരം പൂശിയത് അവരായിരുന്നു, നിനവെ നിവാസികൾ. ആസന്നമായ ദൈവകോപത്തെ പ്രതിരോധിക്കുവാൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ ജനം ചാക്കുടുത്തു, ചാരം പൂശി. ദൈവം അയക്കുമെന്നറിയിച്ച മഹാവിപത്ത് വഴിമാറി. ലോകത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച പാദങ്ങൾക്കിത് ആത്മീയതയുടെ തണലിൽ വിശ്രമിക്കാനൊരു കാലം. ലോകത്തെ പുണർന്ന കരങ്ങൾക്ക് കുരിശിനെ പുൽകാനൊരു കാലം. സ്വാർത്ഥത നിറഞ്ഞ ഹൃദയത്തിനിത് കരുണ നുകരാനൊരു കാലം. വിഭൂതിക്ക് അനുതാപത്തിൻ്റെ ഗന്ധമുണ്ടാകണം, ആർദ്രതയുടെ നനവുണ്ടാകണം, ദൈവാരാധനയുടെ ചൂടുമുണ്ടാകണം. നെറ്റിമേലെ പതിയുന്ന ചാരത്തിൻ്റെ തണുപ്പിൽ 6 അടി മണ്ണിൻ്റെ നനവറിയാൻ കഴിഞ്ഞാൽ നീ ആത്മീയനായി. കുരിശടയാളം നിന്റെ അഹത്തിനു കുറുകെ ആയാൽ നീ യോഗിയായി. ലെൻഡ് എന്ന വസന്തത്തിലേക്ക് വളമായി മാറട്ടെ വിഭൂതി എന്ന പ്രാർത്ഥനയോടെ ആമേൻ. നൊമ്പരം എന്നുള്ളിൽ കിനിയുന്നു, നാഥന്റെ നെഞ്ചകം പ്രാണനായി പിടയുന്നു. ആ നേരരാവിലും ചുടുചുംബനം കൊണ്ട് ആശീർവദിക്കുന്ന ദിവ്യ സ്നേഹം. വിങ്ങുന്ന നൊമ്പരം എന്നുള്ളിൽ കിനിയുന്നു, നാഥന്റെ നെഞ്ചകം പ്രാണനായി പിടയുന്നു. ആ നേരരാവിലും ചുടുചുംബനം കൊണ്ട് ആശീർവദിക്കുന്ന ദിവ്യ സ്നേഹം. ഘോരമാം മരക്കുരിശും താങ്ങി എനിക്കായി കാൽവരി കയറുന്ന സ്നേഹമേ, ഏകനായി ദൂരമാം ഗിരിയിൽ എനിക്കായി മുറിവേറ്റ കാരുണ്യമേ, നിൻ തിരുരക്തത്താൽ എന്നെ കഴുകുവാൻ അണയുന്നു കുരിശിൻ സവിധേ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകുവാൻ അണയുന്നു കുരിശിൻ സവിധേ.